പിന്നെ ഈ ദുആഇന് ശേഷം അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്ന് ദുആ ചെയ്തതിന് ശേഷം ചില ആളുകളൊക്കെ ഓഫിക്കന ഫി റമളാൻ അല്ലെങ്കിൽ അല്ലാഹുമ്മ ഓഫിക്കന ഫി റമളാൻ ഫീഹി എന്നൊക്കെ വേറെ അധികം ദുആ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ ദുആ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ദുആ ചെയ്യേണ്ട ആവശ്യം ഇല്ലാതെ നമുക്ക് ഇതുവരെ പറഞ്ഞ വിശദീകരണത്തിൽ നിന്നും മനസ്സിലായി. കാരണം ആ ഒരു വിശദീകരണം അധികമുള്ള ദുആ നാം ഈ പറഞ്ഞിടത്തൊന്നും കണ്ടിട്ടില്ല. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ അദ്കാറിൽ വാരിദായ ദുആ വന്നാൽ ആ ദുആമ ചുരുക്കൽ ആണ് സുന്നത്ത്, അതിൽ നമ്മളൊന്നും കൂട്ടേണ്ടിയേ ഇല്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ബല്ലിഗ്നാ റമളാൻ വഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി എന്നുള്ള ഒരു ദുആ ആവശ്യം വരുന്നത് ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ എന്ന് പറയുന്ന ബർക്കത്ത് എന്താണ് എന്ന് നിർണ്ണയിക്കാത്തതുകൊണ്ടാണ്. ആ ബർക്കത്ത് നാം ഇവിടെ വിശദീകരിച്ച ബർക്കത്താണ് എന്ന് നിർണ്ണയിച്ച് കഴിഞ്ഞാൽ, അത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ റമദാൻ എത്തിയ വ്യക്തിക്ക് എന്തായാലും ആ റമദാനിനെ ഖിയാമിനും സിയാമിനും തിലാവത്തുൽ ഖുർആനിനും ഉപയോഗപ്പെടുത്താൻ കഴിയുമെങ്കിലും ദുആ ചെയ്യുക ചെയ്യുക. അല്ലാഹുമ്മ വഫിഖ്നാ ഫീ റമളാന ലിസ്സിയാമി വൽ ഖിയാമി എന്ന് ദുആ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഹദീസിനെ കുറിച്ച് അത്രേ നമുക്ക് പറയാനുള്ളത്. എന്നാൽ ജീലാനി തങ്ങളുടെ ഉന്യത്തിൽ ഈ ഹദീസ് ഈ ദുആ പറഞ്ഞെടുത്ത് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ ബല്ലിഗ്നാ റമളാൻ എന്ന് പറഞ്ഞിട്ട് കമാ ബല്ലഗ്തനാ റജബ് എന്നും കൂടെ കാണുന്നുണ്ട്. അത് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല, ഹദീസിൻ്റെ കിതാബിൽ എവിടെയും അത് അങ്ങനെ ഒരു വിശദീകരണം കാണാത്തത് കൊണ്ട് അത് കൂട്ടേണ്ടതില്ല. അതുപോലെ ഹിജ്റ 509 വഫാത്തായ ഇമാം ദൈലമിയുടെ അൽ ഫിർദൗസ് ബി മഅ്സൂരിൽ ഖിതാബ് എന്ന കിതാബിൽ 1485 പേജിൽ ഇങ്ങനൊരു ദുആ കാണുന്നുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു ആണ് അപ്പോൾ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അനസ് റളിയല്ലാഹു അൻഹുവിൽ തന്നെ ഇങ്ങനെ ഹദീസ് കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഹദീസേ അതിലുള്ളൂ. ഫിർദൗസിൽ നമ്മൾ പറഞ്ഞ അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ ഈ ഒരു രൂപത്തിലേ ഉദ്ധരിച്ചിട്ടുള്ളൂ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ വ അഇന്നാ അലസ് സിയാമി വൽ ഖിയാമി വ ഗള്ളിൽ ബസ്രി വ ഹിഫ്ളിൽ ലിസാനി വലാ തജ്അൽ ഹല്ലനാ മിൻഹു അൽ ജൂഅ വസ്സഹർ എന്നൊരു വിശദീകരണം അതിൽ കാണുന്നുണ്ട്. വ അഇന്നാ ഫീഹി എന്നില്ല, വ അഇന്നാ അലസ് സിയാമി വൽ ഖിയാമി ഞങ്ങൾക്ക് നോമ്പ് പിടിക്കാനും സുന്നത്ത് നിസ്കരിക്കാനും നീ സഹായിക്കണേ. വ ഗള്ളിൽ ബസ്രി ഞങ്ങളെ കണ്ണിനെ ചിമ്മാനും കണ്ണിനെ സൂക്ഷിക്കാനും, വ ഹിഫ്ളിൽ ലിസാനി നാവനെ സൂക്ഷിക്കാനും, വലാ തജ്അൽ ഹല്ലനാ മിന്നു ഈ റമളാൻ മാസത്തിൽ നിന്നുള്ള അവിടെ മിന്നു എന്നുണ്ട്, റമളാൻ മാസത്തിൽ നിന്ന് ഞങ്ങളെ വിഹിതം നീ ആക്കല്ല റബ്ബേ അൽ ജൂഅ വസ്സഹറ വെറും വിശപ്പ് കൊണ്ട് നടക്കലും അതുപോലെ ഉറക്കൊഴിക്കലും മാത്രമാക്കല്ലേ. ഇങ്ങനൊരു സിയാദത്ത് ഫിർദൗസിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അത് അനസ് റളിയല്ലാഹുവിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത് താനും. പക്ഷേ ഈ ഒരു സിയാദത്ത് മറ്റാരും പറഞ്ഞതായി കണ്ടിട്ടില്ല. ഹദീസിൻ്റെ ഒരു കിതാബിലും ഇത് ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു സിയാദത്ത് പറഞ്ഞതായി കണ്ടിട്ടില്ല. ഷുറൂഹുകളിലും ഈ ഒരു സിയാദത്ത് പറഞ്ഞതായി കണ്ടിട്ടില്ല. അപ്പോൾ വേണമെങ്കിൽ ഇത് ചേർക്കാവുന്നതാണ്, അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചേർക്കുന്നവർ ഇത് ചേർക്കലാണ് നല്ലത്. കാരണം ഇങ്ങനെ ഒരു റിപ്പോർട്ടെങ്കിലും കണ്ടല്ലോ. അഇന്ന അല സിയാമി വൽ ഖിയാമി വഗ്ളിൽ ബസ്രി വ ഹിഫ്ളിൽ ലിസാൻ വലാ തജ്അൽ ഹല്ലനാ മിന്നു അൽ ജൂഅ വസ്സഹർ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. ആ ദുആയുമായി ബന്ധപ്പെട്ട ഏകദേശം സമൂഹത്തിലുള്ള എല്ലാ തെറ്റിദ്ധാരണകൾക്കും മറുപടി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി റജബ് മാസമായി കഴിഞ്ഞാൽ പൊതുവേ നമ്മളൊക്കെ കേൾക്കാറുള്ള ഉസ്താദന്മാരൊക്കെ പൊതുവെ ഉദ്ധരിക്കാറുള്ളൊരു ഹദീസാണ് റജബുൻ ഷഹറുല്ലാഹ് ഷഅബാനു ഷഹരി റമളാനു ഷഹരി ഉമ്മത്തി എന്നൊരു ഹദീസ്. ഈ ഹദീസ് അങ്ങനെ ഹദീസ് ഉണ്ടോ?